രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും കുളിച്ച് ഒരുങ്ങി റെഡി ആയെങ്കിലും പക്ഷെ ഒരു അരമണിക്കൂറോളം എടുത്തു ഈ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കാൻ. വീണ്ടും സാധനങ്ങൾ അങ്ങോട്ട് എടുക്കുന്നു, സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കുന്നു. തൽക്കാലം ഒരു പഴം കഴിച്ച് വിശപ്പ് അടക്കാം. നമ്മൾ നിന്ന് സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഈ ഹോട്ടലിൻ്റെ ആള് നമ്മളോട് ചോദിച്ചു ഒരു വീഡിയോ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആളുടെ കൂടെ ആള് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സമയം 10 മണിയായി. ഇനി എപ്പോൾ ഗോവയ്ക്ക് എത്താനാണ്? പാതിരാത്രി ഇന്നും വലിയ വേറെ വല്ലയിടത്തും സ്റ്റേ ചെയ്യേണ്ടി വരുന്നൊക്കെ തോന്നുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആപ്പിളാണ് കഴിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഈ നെയ്ച്ചോറും പള്ളിക്കറി കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സുഹൃത്ത് കാസർഗോഡ് വരെ വന്നതാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് അത് കഴിച്ചു നോക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താ പരിപാടി? നല്ല നെയ്ച്ചോറ് കഴിച്ചപ്പോഴേ നല്ല ഉറക്കമായിരുന്നു. മണിക്കൂർ ഒന്നൊരു പവർ നാപ്പ് എടുക്കാൻ വിചാരിച്ചു. ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാ? ഇല്ല അല്ലേ? മറ്റേ ഫാൻ എടുക്കണ? പക്ഷെ വണ്ടി ഓഫ് ചെയ്തിട്ട് കിടക്കായിരുന്നു അല്ലേ? എനിക്ക് ഇവിടെ സ്ഥലമുണ്ട്. രാത്രി തുടങ്ങുമ്പോഴാ. പക്ഷെ ഇത്ര നേരം നമ്മളിത് ഓണാക്കിയിട്ടല്ലേ? നമ്മളെങ്ങാനും ഉറക്കത്തിപ്പെട്ടാലോ കൂടുതൽ നേരം? ഷുവർ. ഓക്കെ. ഡ്രൈവിങ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മള് ഈ കാർ. അയ്യോ ഇവിടെ നന്ദിനിയുടെ വേണ്ട, അത് ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന കട. നന്ദിനി എന്ന് പറയുന്ന ബ്രാൻഡ് ഇല്ലേ? നമ്മളവിടെ മിൽമുള്ള പോലെ നന്ദിനി ഉണ്ട്. അവിടെ മിൽമ ഉള്ള പോലെയാണ് ഇവിടെ നന്ദിനി. ഞാൻ പറയണത് എന്റെ ഒരു ഊഹം. നമുക്ക് മറ്റേ മാൽപ്പേ ബീച്ചിലേക്ക് പോണേ. അത് ഇനി ഇരുട്ടാവൂന്ന് അറിയില്ല നമ്മൾ ആ സമയം എത്തുമ്പോ. അത് ഒരു സൈഡില് ബീച്ചും ഒരു സൈഡില് നദിയാന്ന് തോന്നുന്നു. അതിന്റെ നടുക്ക് കൂടെ റോഡ്. അങ്ങനെയാണ് അതിന്റെ ആ ഒരു സ്ട്രക്ചർ. ഇത് നമ്മള് ചാവക്കാട് ബീച്ചിന്റെ സൈഡിൽ കൂടെ പോണ പോലെ ഉണ്ട് കേട്ടോ. ആ ഇവ നല്ല ബീച്ച്. ഓ നല്ല തിരയുള്ള ബീച്ചാണോ? വൈപ്പിന്റെ അല്ല, വേറെ ബീച്ചിന്റെ അവിടെ ചെറായി ബീച്ച് പോലെ ഇങ്ങനെ തന്നെ. ചെറായി ബീച്ചിന്റെ നല്ല തിരയുണ്ട് ഈ ബീച്ച്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഈ സൈഡില് ബീച്ചും ആ സൈഡിൽ വന്നിട്ട് കായലുമാണ്. ഇത് ഡ്രോൺ ഷോട്ടിലാണ് ഇത് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവുക. ഇത്രയും അടുത്താണ് നമ്മളുടെ ബീച്ച് നമ്മളുടെ അടുത്തുള്ളത്. കണ്ടോ, ഇത്ര അടുത്താണുള്ളത്. ഫിഷിങ്ങിന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി കായല് നോക്കി, കായല് കണ്ടോ, ഇത്ര അടുത്താണ് കായലുള്ളത്. ഇത് ഡ്രോൺ ഷോട്ടാണ് ഇതിന്റെ മെയിൻ കാണാൻ ഭംഗി അറിയാം. ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. മേലക്കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായി കാണാൻ പറ്റാന്ന് തോന്നുന്നു. ഇതൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. ഒന്ന് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇവിടെ. ബീച്ച് ഫെസ്റ്റിവൽ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇത് പരിപാടിയൊക്കെ ഉണ്ട്. സ്റ്റേജ് മേലൊക്കെ ഉണ്ട്. ഇവിടൊക്കെ ഫുൾ എന്തൊക്കെയോ പരിപാടികളും ആൾക്കാരുടെ. അത് ഈവനിങ് ആയിട്ട് അവര് വന്നിരിക്കണതാണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ബീച്ചും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് എന്താണ് ഞങ്ങൾ കാണാത്തത്, നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും. കാരണം എന്താ വെച്ചാ നമ്മള് ഫുള്ളി കാറില് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് എത്തുക എന്നുള്ള ഇതിലല്ല. നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് വർക്കിംഗ് ഉണ്ട് ഇതിന്റെ ഒപ്പം. സോ വർക്കിംഗ് ഉള്ളത് കൊണ്ട്
നമുക്ക് ഒറ്റയടിക്ക് ഇതൊക്കെ കണ്ട് സമയമെടുത്ത് എത്താനായിട്ട് പറ്റില്ല. നമ്മൾ സെപ്റ്റംബർ ടൈമിലേക്ക് നമ്മൾ അവിടെ എത്തണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മൂവി ചെയ്യണം. നമ്മൾ ഇറങ്ങിയിട്ട് കണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ലേറ്റ് ആവും. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് എത്തേണ്ട പ്ലാൻസ് ഉണ്ട്. അതായത് ഇന്ന് സ്റ്റേ ചെയ്യേണ്ടത് ഗോവയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത്. ഇപ്പൊ സമയം ഇപ്പൊ നല്ല ലേറ്റ് ആയിരുന്നു. 5 മണിയായി ഓൾറെഡി. പക്ഷെ നമുക്ക് അവിടെ എത്താൻ ഇനിയും സ്റ്റിൽ അറൌണ്ട് 300 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഡ്രൈവ് ചെയ്യണം. ഇനിയിപ്പോ എത്തുമെന്ന് നമ്മള് ഉദ്ദേശിച്ച സമയത്ത് എത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടൗണിൽ നിന്നിട്ട് നാളെ രാവിലെ വീണ്ടും പോകേണ്ടി വരും. അപ്പൊ ഒക്കെ പ്ലാൻസ് ആകെ മാറും. അപ്പോ അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നും വീഡിയോ ഒന്നും കാണിച്ചു തരാത്തത്. പക്ഷെ വൺസ് നമ്മള് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കശ്മീർ, ലഡാക്ക്, മണാലി അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. ഇഷ്ടപ്രകാരം സമയം കിട്ടും നമുക്ക്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബീച്ചാ, കോസ്റ്റൽ ഏരിയ. അതുകൊണ്ട് മഴ പെയ്യുന്നുണ്ടോ ബീച്ചില്? ഇങ്ങനെ ഒരു അന്തരീക്ഷം അല്ലേ? എന്താ ബീച്ച് നല്ലൊരു ബ്ലൂ കളർ കേട്ടോ. ഹൈ, ഈ ബീച്ചിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. നോക്ക് കളറ് ബീച്ചിന്റെ. ഇതില് കാണുമ്പോ അറിയണുണ്ടോന്ന് അറിയില്ല, ഒരു നീരാതിന് എനിക്ക് തോന്നണാണോ? ലെഫ്റ്റിലൊന്ന് പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിലെ സ്ട്രെച്ചിൽ അവിടെ മഴ ചാർന്നിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്താ അവിടെ ഇങ്ങനത്തെ മൂടി കെട്ടിയൊരു അന്തരീക്ഷം. ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അയ്യോ നല്ല തര. അത് ആ മറ്റേ ആൽപ്പ ബീച്ചിൽ പോയില്ലേ, അവിടെയും നല്ല തര. അവിടേക്ക് വന്നിട്ട് മഴക്കാറുണ്ട്, മഴ പെയ്യുന്നു അവിടെ. പിന്നെ അല്ലാണ്ട് ഇത് കർണാടക കോസ്റ്റൽ ഏരിയ ഭയങ്കര മഴക്കാർ. നല്ല തരമുള്ള ബീച്ച് കിട്ടും. ഇത് ഏത് ബീച്ച്? ഇതിന്റെ പേരാണ് ട്രാസി ബീച്ച്. നമ്മ ട്രാസി ബീച്ച് എന്നാണ് ഇതിന്റെ പേര്. നമ്മ ട്രാസി ബീച്ച് ഞങ്ങളുടെതാണ്. നമ്മ ബാംഗ്ലൂർ എന്ന് പറയണത് നമ്മുടെ ബാംഗ്ലൂർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മള് പറഞ്ഞോളൂ മഴ പെയ്യോന്ന്. ഇപ്പൊ മഴ പെയ്തു സ്റ്റാർട്ട് ചെയ്തു. മഴ കാറ്റാണ് മെയിൻ ആയിട്ടുള്ളത്. മഴ ചെറുതായിട്ട് ഇങ്ങനെ വന്നോണ്ടോ, കണ്ട ഇലകളൊക്കെ താഴെ വീണ് എടുക്കുക. ഇത് വീട്ടിൽ നിന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചതാണ്. നമ്മള് നോർമലി ആൾക്കാരുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്, ബെഡിൽ ഫുള്ള് നിരത്തി വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകും, എന്തൊക്കെ നമ്മൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയും. കാരണം പോകുന്നതിന് മുന്നേ നമുക്ക് സമയം കിട്ടിയില്ല. എന്താ വെച്ചാ നമുക്ക് തലേദിവസം ഓഫീസിലോ ഓണപരിപാടി നമ്മള് എറണാകുളത്ത് പോയേക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വന്നിട്ട് വൈകുന്നേരമായി. അപ്പോ അതുകൊണ്ടാണ് എന്തൊക്കെ പാക്ക് ചെയ്ത് എന്നുള്ളത് കാണിച്ചു തരാൻ പറ്റുന്നത്. ഒരുപാട് സാധനങ്ങൾ കാണിച്ചു തരാനുണ്ട്. ഒരു ഇത്ര വലിയ ലോങ് ട്രിപ്പിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, പിന്നീടുള്ള ഒരു വീഡിയോയില് അത് മാത്രമായിട്ട് എക്സ്ക്ലൂസീവില് മാത്രമായിട്ട് കാണിച്ചു തരാം. ഇത് അവിടെ എത്തിയിട്ട് ഇറക്കുമ്പോ കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് സ്റ്റേറ്റ് ആയ കർണാടകയും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മള് ഗോവയിലോട്ട് ഇപ്പോ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് യെസ്, സെക്കൻഡ് സ്റ്റേറ്റ് ഇസ് കംപ്ലീറ്റഡ്. കടക്കോണേ സ്ഥലത്തിന്റെ പേര് കൺകോണാന്ന് പറയണേ. കൺകോണ, അതിന് കണകോണാന്നല്ലേ? ലൈറ്റ് ഇല്ലാഞ്ഞ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് മുഖം കാണിച്ചെടുക്ക. ആടെ താഴെയുള്ളത് ബീച്ച്. ഇതല്ല പാലം. നമ്മള് ഗോവക്ക് എത്തിട്ടാ. ഇതിപ്പോ ഡേ 2. അതന്നെ, അതാണ് ആ പാലം. അതാണ് ആ പാലം. മുംബൈയിലുണ്ട് എല്ലായിടത്തും. പക്ഷെ നല്ല മഴ പെയ്യും. ഇവിടുത്തെ മെയിൻ ബ്രിഡ്ജാണത്. അയ്യപ്പോ ഗോവയിലെ മെയിൻ ബ്രിഡ്ജാണത്. എന്താ മെയിൻ ബ്രിഡ്ജാണിത് ഗോവത്തെ. വൺ ഓഫ് ദി മെയിൻ ബ്രിഡ്ജാന്ന് തോന്നുന്നത്. ഞാൻ കോളേജിൽ നിന്ന് വന്ന സമയത്ത് ഇതേപോലെ ഒരു പാലത്തിന്റെ അടിയിലുണ്ടായിരുന്ന ഒരു ബീച്ചിലായിരുന്നു നമ്മള് മറ്റേ ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രൂസ് ഷിപ്പ് ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇതേപോലത്തെ ഒരു ബ്രിഡ്ജ് മുംബൈയിലും ഇല്ലേ? ഇപ്പൊ മഴയായ കാരണം വൈപ്പർ ഇങ്ങനെ ഓണാം. നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ കോളേജിൽ നിന്നൊക്കെ. അത് ഇതാണ് കേട്ടോ. ഈ ബ്രിഡ്ജാണ്. കണ്ടില്ലേ ഈ ബ്രിഡ്ജ്? ഇവിടെ ഇങ്ങനത്തെ 2 ബ്രിഡ്ജ് ഉണ്ട്.
അതില് ഈ ബ്രിഡ്ജിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ ക്രൂസ് ഷിപ്പ് എടുക്കുന്നേ, ആ ക്രൂസ് ഷിപ്പ് എടുക്കുന്ന കണ്ടില്ലേ, ബ്രിഡ്ജ് കണ്ടില്ലേ. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഗോവയിലുള്ള ഗോ സ്റ്റോപ്സിലാണ്. ഗോ സ്റ്റോപ്സിലെ 6 ബെഡ് ആയിട്ടുള്ള റൂമാട്ടോ നമ്മളെടുത്തത്. നമ്മളുടെ റൂം ഇതുമാണ് നമ്മളുടെ ബെഡ് സ്പേസസ്. ഇത് പുതിയ പ്രോപ്പർട്ടിയാണ്, കൺട്രോളിങ്ങിലുള്ള പുതിയ പ്രോപ്പർട്ടി. ഒരു 4-5 പ്രോപ്പർട്ടീസ് ഉണ്ട് മൊത്തത്തിൽ. ആസ് യൂഷ്വൽ ലോക്കർ ഉണ്ട്, ഇതിനും ലോക്കർ ഇതിനും ലോക്കർ ഉണ്ട്. പിന്നെ അവിടെ ബാക്കി രണ്ടെണ്ണം അവിടെ AC ഉണ്ട്. ഇത് പുറത്തോട്ടുള്ള ബാൽക്കണിയാണ്, പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല കേട്ടോ അവിടെ.